അപ്പോൾ നമ്മൾ ഓക്സിഡേറ്റീവ് ഡിയമനേഷൻ പഠിച്ചു. ഇനിയുള്ളത് നോൺ ഓക്സിഡേറ്റീവ് ഡിയമനേഷൻ ആണ്. അപ്പം നോൺ ഓക്സിഡേറ്റീവ് ഡിയമനേഷൻ്റെ കീഴിൽ പ്രധാനമായിട്ടും 3 ടൈപ്സ് ആണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പേരും പറഞ്ഞ് അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് നമുക്ക് ഒന്ന് പറഞ്ഞു പോകും. അവിടെയും അമോണിയ ലിബറേറ്റ് ചെയ്യും, പക്ഷേ ദർ ഇസ് നോ ഓക്സിഡേഷൻ. അപ്പോൾ നോൺ ഓക്സിഡേറ്റീവ് പേര് തന്നെയുണ്ട്, ഡിയമനേഷൻ ഉണ്ട്, പക്ഷേ ദർ ഇസ് നോ ഓക്സിഡേഷൻ. ഓക്കെ, അതിൽ വരുന്ന ആദ്യത്തെ വിഭാഗം അമിനോ ആസിഡ് ഡീഹൈഡ്രേസസ് അഥവാ ഡീഹൈഡ്രറ്റേസസ്, മെയിൻലി സെറിൻ, ത്രിയോണിൻ, ഹോമോസെറിൻ. ഹോമോസെറിൻ നിങ്ങൾക്ക് പഠിക്കണമെന്നില്ല, സംഭവം ഇതേ ഉള്ളൂ. സെറിൻ്റെ സ്ട്രക്ചറിൽ ഒരു CH3 കൂടെ കയറുന്നതാണ്, ഒരു CH2 കൂടെ കയറുന്നതാണ് ഹോമോസെറിൻ എന്ന് പറയുന്നത്. അപ്പോൾ സെറിൻ, ത്രിയോണിൻ ആൻഡ് ഹോമോസെറിൻ ദേ അണ്ടർഗോ നോൺ ഓക്സിഡേറ്റീവ് ഡിയമനേഷൻ. അവിടുത്തെ എൻസൈം കറസ്പോണ്ടിങ് ആ പേരിൻ്റെ കൂടെ ഡീഹൈഡ്രറ്റേസ് എന്ന് ചേർത്താൽ മതി. അപ്പോൾ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ റെസ്പെക്റ്റീവ് കീറ്റോ ആസിഡ്സ് കിട്ടും, അതാതിൻ്റെ കീറ്റോ ആസിഡ്സ് കിട്ടും, അമോണിയ ലിബറേറ്റും ചെയ്യും. ഇവിടെ സാധാരണ സെറിൻ ഈസ് കൺവേർട്ടഡ്, നിങ്ങളൊന്ന് എഴുതി നോക്കിയാൽ മതി. സെറിൻ്റെ സ്ട്രക്ചർ എഴുതിയിട്ട് അതിനെ ഡിയമനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പൈറുവേറ്റ് കിട്ടും. നേരെ പൈറുവേറ്റ് മാത്രമല്ല കിട്ടുന്നത് കേട്ടോ, അവിടെ ഒരു റിയാക്ഷൻ കൂടെ ഉണ്ട്. ഞാൻ അടുത്ത സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. സെറിൻ ഈസ് കൺവേർട്ടഡ് ടു പൈറുവേറ്റ്, ത്രിയോണിൻ ഈസ് കൺവേർട്ടഡ് ടു ആൽഫ കീറ്റോ ബ്യൂട്രേറ്റ്. ഈ സ്ലൈഡിലേക്ക് നമുക്ക് വരാം. ഇതാ നോക്കാം. സെറീൻ ഈസ് കൺവേർട്ടഡ് ടു പൈറുവേറ്റ് ഞാൻ പറഞ്ഞു. അപ്പോൾ അമോണിയ ലിബറേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ തന്നെ നോക്കിയ ഡീഹൈഡ്രേഷനും നടക്കുന്നു. അതാണ് ഡീഹൈഡ്രറ്റേസ് എന്ന പേര് വരാൻ കാര്യം. ത്രിയോണിൻ ആണെങ്കിലോ അമോണിയ ലിബറേറ്റ് ചെയ്തു, വാട്ടർ ഡീഹൈഡ്രേഷൻ സംഭവിച്ചു, ആൽഫ കീറ്റോ ബ്യൂട്രേറ്റ് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ എൻസൈംസിനെ ഡീഹൈഡ്രറ്റേസ് എന്ന് പറയാൻ കാര്യം ബിക്കോസ് ഡീഹൈഡ്രേഷൻ ഫോളോഡ് ബൈ ഡിയമനേഷൻ, അതാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഡീഹൈഡ്രേസസ് എന്ന പേര് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഓരോ വാട്ടർ മോളിക്യൂളും കൂടി എഴുതി ചേർത്താക്കണം നിങ്ങൾ. സ്ട്രക്ചറലി ഇങ്ങനെയാണത് റിയാക്ഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അമിനോ ആസിഡ് ഡീസൾഫൈഡ്രേസസ്. ഓക്കെ, തെറ്റിപ്പോരുത്. ആദ്യത്തെ ഡീഹൈഡ്രേസസ് അഥവാ ഡീഹൈഡ്രറ്റേസസ്, ഇത് ഡീസൾഫൈഡ്രേസസ്. അവിടെ വരുന്നത് സിസ്റ്റീൻ ആണ്. സിസ്റ്റീൻ എന്ന് പറയുന്ന എൻസൈം, ഹോമോസിസ്റ്റീനും വരും, നമുക്ക് തൽക്കാലം സിസ്റ്റീൻ പഠിച്ചാൽ മതി. സിസ്റ്റീൻ അണ്ടർഗോസ് ദിസ് കൈൻഡ് ഓഫ് നോൺ ഓക്സിഡേറ്റീവ് ഡിയമനേഷൻ ടു ഗിവ് പൈറുവേറ്റ്. അവിടെ അമോണിയയും വാട്ടറിന് പകരം ഹൈഡ്രജൻ സൾഫൈഡുമാണ് ലിബറേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അമോണിയം ലിബറേറ്റ് ചെയ്യും, മറ്റേ ഡീഹൈഡ്രറ്റേസിലെ വാട്ടർ ലിബറേറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ H2S ആണ് ലിബറേറ്റ് ചെയ്യുന്നത്. സിസ്റ്റീനിൽ നിന്ന് കിട്ടുന്നത് പൈറുവേറ്റ്. നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ മാത്രം പഠിച്ചു വയ്ക്കുക. സിസ്റ്റീൻ ഡീസൾഫൈഡ്രേസ്, ദാറ്റ് ഇസ് ദി എൻസൈം. ഈ മൂന്നാമത്തെ വിഭാഗം അതിൻ്റെ കീഴിൽ വരുന്നത് ഡിയമനേഷൻ ഓഫ് ഹിസ്റ്റഡീൻ. അപ്പോൾ ഹിസ്റ്റഡീൻ ഈസ് അണ്ടർഗോയിങ് നോൺ ഓക്സിഡേറ്റീവ് ഡിയമനേഷൻ ടു ഗിവ് എ കോമ്പൗണ്ട് കോൾഡ് യൂറോകെനേറ്റ്. അപ്പോൾ ഹിസ്റ്റഡീൻ യൂറോകെനേറ്റ് ആക്കുന്ന എൻസൈം ഹിസ്റ്റിഡേസ്. അണ്ടർസ്റ്റാൻഡ്? അമോണിയ ഈസ് ലിബറേറ്റഡ്. റിയാക്ഷൻ നോക്കിയാൽ ഇതാണ് ഹിസ്റ്റഡീൻ. പഴയ ഓർമ്മ ഒന്ന് ഓർത്താൽ മതി. ഹിസ്റ്റഡീൻ HUTH അതൊക്കെ വെട്ടേക്ക്, ഇത് നിങ്ങൾ വെട്ടിക്കളാം കേട്ടോ. ഇത് വന്നതാണ്, നമ്മൾ നെറ്റിൽ നടക്കുന്ന റിയാക്ഷൻ അല്ലേ. അപ്പോൾ ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് ജീനാണിത്, അതുകൊണ്ടാണ് നമുക്കിത് ആവശ്യമില്ല. ഹിസ്റ്റഡേസ് എന്നുള്ള എൻസൈം മാത്രം മതി ഇവിടെ. അപ്പോൾ ഹിസ്റ്റഡേസ് ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് അമോണിയ ലിബറേറ്റ് ചെയ്ത് കിട്ടുന്ന യൂറോകെനേറ്റ്. ഇതാണ് യൂറോകെനേറ്റ്. മനസ്സിലായി? ഈ സ്ട്രക്ചർ പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയ നോൺ ഓക്സിഡേറ്റീവ് ഡിയമനേഷൻ എങ്ങനെയൊക്കെയാണെന്ന്. ഡീഹൈഡ്രറ്റേസ്, ഡീസൾഫൈഡ്രേസ്, ഹിസ്റ്റഡേസ്, ഇങ്ങനെ 3 വിഭാഗമാണ് പഠിക്കാനുള്ളത്. ഓക്കെ.